എടാ നീ ഇത് എവിടെയാണ്? എന്താണ് കാര്യം പറയപ്പെട്ടത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സ്കൂട്ടി എടുത്തുകൊണ്ടുമ്പോ പെട്രോൾ അടിച്ച് കൊളന്നിക്കണമെന്ന്. ഓ അതാണ് കാര്യം. അതിന് ഞാൻ ഇവിടെ ഇല്ലല്ലോ. ആ എവിടെയാണ്? എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പൊ എത്തിക്കണം അവിടെ. അതിന് ഞാൻ സ്ഥലത്തില്ല. നീ ഇവിടെ ഇല്ലാന്നോ? അതൊന്നും എന്റെ പ്രശ്നമല്ല. ഇപ്പോഴേലും നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യ്. ആ ഓക്കെ. ലിഫ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഒരാൾ നിർത്തുന്നില്ല. ഈ സമയത്താണ് എണ്ണ തീരാൻ കണ്ടത്. ദൈവമേ, ഇവരെങ്കിലും ഒരു ലിഫ്റ്റ് തന്നാൽ മതിയായിരുന്നു. ചോദിച്ചു നോക്കാം. അതെ, ചിന്നു. സിത്തു. നീണ്ട 5 വർഷത്തെ പ്രണയം. PSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ കിട്ടണില്ലെന്നും പറഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതാണ്. പിന്നെ ഒരു വിവരവുമില്ല. പിന്നെ ഇവിടെ വെച്ചാൽ കാണുന്നത്. ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലോ? വേണ്ട, വയലൻസ് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ. അന്ന് സാഹചര്യം അതായിരുന്നു. നല്ല ഫ്രഷ് സാഹചര്യം. അല്ലാതെ ഞാൻ നിന്നെ തേച്ചിട്ട് പോയതല്ല. നിന്റെ ഒപ്പം വന്ന അച്ഛൻ അറ്റാക്ക് വരുന്ന അമ്മ പറഞ്ഞു. അതോണ്ടാ. എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നിനക്ക് എന്നെക്കാ നല്ല കുട്ടിയെ കിട്ടൂലേ? ഒന്ന് നിർത്തിക്കേടി. ഇവിടെ മനുഷ്യന്റെ വണ്ടിക്ക് ഒഴിക്കാൻ പെട്രോളില്ല, പിന്നല്ലേ നിന്നൊഴിച്ച് കത്തിക്കാൻ. ഇത് 2-3 പേജെങ്കിലും കാണുമല്ലോ. ഇതന്ന് ഇട്ടേച്ച് പോയ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഞാൻ അനുഭവിച്ച കുറച്ച് ടെൻഷനും ഡിപ്രഷനും ഒഴിവാക്കായിരുന്നു. അന്ന് നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ വിളിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ ചേച്ചി പറഞ്ഞു, ഇനി ഞാൻ നിന്നെ വിളിച്ചാൽ നീ ഓരോന്ന് പറഞ്ഞ എന്റെ മനസ്സ് മാറ്റുന്നേ. അതോണ്ടാ ഞാൻ വിളിക്കാൻ. നമ്മൾ ഇത്രയും കാലം വളർത്തിയിട്ട് പിന്നെ എങ്ങനെയാ അനുസരിക്കാതിരിക്കുക? നിനക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടോ? എടി, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നേക്കാൾ അവനാണ് ഇഷ്ടമെങ്കിൽ നീ ആദ്യം എന്നോടല്ലേ പറയണ്ടേ? ഞാൻ നിന്നെ പേടിച്ചിട്ട് ആ വഴിക്ക് വരാഞ്ഞ. പേടിയോ? അങ്ങനെയല്ലല്ലോ നീ ഇത്രയും കാലം എന്നോട് പറഞ്ഞത്. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര കെയറിങ് ആണ്, ഫീലിംഗ് ആണ്, കോപ്പാണ്. എന്നെ കൊണ്ടത് പറയിപ്പിക്കണം അവളൊരു പേടി. ഇത്രയും കാലം എല്ലാ കാര്യത്തിനും, സങ്കടത്തിനായാലും സന്തോഷത്തിനായാലും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്ന വിഷമം ഞാനോടെ പറയണ്ടേ? വേറൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊല്ലാനും കത്തിക്കാനോ ആസിഡ് ഒഴിക്കാനൊന്നും പറ്റൂല. ജീവിതകാലം മുഴുവൻ നല്ലൊരു ഫ്രണ്ടായിട്ടെങ്കിലും കാണാലോ. ഇപ്പൊ നീ ഓക്കെ ആണോ? കുറച്ചൊക്കെ. ഇത് നിന്റെ വണ്ടിയാണോ? ആ. എന്നാ ഒരു ഹെൽപ്പ് ചെയ്യ്. എന്ത് ഹെൽപ്പ്? എന്റെ കൂട്ടുകാരൻ പെട്രോൾ കഴിഞ്ഞിരിക്കാണ്. അയ്യോ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. എന്തു പറ്റി? എനിക്ക് ഡബിൾ വയ്ക്കാൻ അറിയില്ല. നിനക്ക് എന്നെ വിശ്വാസമാണോ? ആ. എന്നാ പിടിക്ക്. ഞാൻ വണ്ടി എടുത്തോളാം. എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നേ? അല്ല, അത് പിന്നെ അല്ല, ഒഴിക്കല്ലേ. അല്ല, പെട്രോള്. ഇവള് ഇതെങ്ങനെ? അല്ല, ഇതാണോ നിന്റെ ഫ്രണ്ട്? ആ അതെ അതെ, ചതിക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ കൂടെ കൂട്ടി. അപ്പൊ ശരി, ഞാൻ പോട്ടെ. എവിടെയെങ്കിലും വെച്ച്. നിന്നോടാരാ വണ്ടി കയറാൻ പറഞ്ഞേ? പെട്രോൾ ഒന്നൊക്കെ ഓക്കെ, പക്ഷെ വണ്ടി കയറാരും പറഞ്ഞോ? എന്താലേ, തേഞ്ഞു പോയി. അല്ല, സത്യത്തിൽ എനിക്ക് സിസ്റ്റർ അറിയ പോലും ഇല്ല. ദേ ആ പോയളുണ്ടല്ലോ, ഒരു കാര്യമില്ലാതെ എന്നെ തേച്ചിട്ട് പോയവളാണ്. അതിന് ഞാൻ എന്താ വേണ്ടേ? അല്ല, ഒന്നും വേണ്ട. അവള് പോയതിൻ്റെ ശേഷം ഞാൻ പോസ്റ്റിൽ കയറിയിരിക്കുകയെന്ന് അവൾ വിചാരിക്കണ്ടല്ലോ. അല്ല, സിസ്റ്റർ വേണമെങ്കിൽ പെട്രോൾ എടുത്തോ, ഒരു സഹായമല്ലേ. പിന്നെ താൻ എന്തിനാടോ എനിക്ക് പെട്രോൾ തന്നേ? പെട്രോൾ ദാനം മഹാദാനം എന്നല്ലേ ഇൻസ്റ്റഗ്രാമിലില്ലേ? ഇൻസ്റ്റ ഐ ഡി ആണോ വേണ്ടേ? കിട്ടിയാ കുഴപ്പമില്ല. അതിന് ചേട്ടന് ഈ ഐ ഡി പോരാ. ചേട്ടനായിരിക്കുമല്ലേ? ആ അതെ. അല്ല, ചേട്ടന്റെ ഐ ഡി മതിയോ? അയ്യോ, അത് വേണ്ട. എനിക്ക് ഈ ആങ്ങളമാരുള്ള പെൺകുട്ടികളെ നോക്കുന്നതേ ഇഷ്ടമല്ല. തടിയേടാവും. പുള്ളി എന്താണ്, ജിമ്മാണോ? നല്ല ബോഡി അല്ലേ, നല്ല മസിലും. ഇതാരാ? അതൊന്നും പറയണ്ട, വലിയ കഥയാ. അതെ, ഒരു പെട്രോളിൻ്റെ വലിയൊരു കഥ. ആ പെട്രോൾ അവന് കൊടുത്തേക്ക്.
താങ്ക്സ്. ജിമ്മൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണ് കേട്ടോ. ഇവരെ ആളത്ര ശരിയല്ലല്ലോ.